പെൺകുട്ടികൾ നടക്കുമ്പോൾ തല കുനിച്ച് നടക്കണം. നടക്കുന്നത് ഭൂമി പോലും അറിയരുത്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നാണ് ആദിലയും നൂറയും വളർന്നു വന്നത്. ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടി ആദിലയും നൂറയും ഒരുപാട് പോരാടിയിട്ടുണ്ട്. +1 പഠിക്കുമ്പോഴാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നതും കൂട്ടുകാരാകുന്നതും. ക്ലാസ്സിലേക്ക് നൂറ കടന്നു വന്നപ്പോൾ തന്നെ ആദിലയ്ക്ക് അവളോട് ആകർഷണം തോന്നിയിരുന്നു. തനിക്കൊരു പെൺകുട്ടിയോട് ആകർഷണം തോന്നുന്നു എന്ന് ആദില തിരിച്ചറിഞ്ഞത് നൂറയുമായി പരിചയത്തിലായതിനു ശേഷമാണ്. 5 പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങായിരുന്നു അവരുടേത്. അതിൽ നിന്നും 2 പേരിലേക്ക് ചുരുങ്ങുന്ന വലിയൊരു ലോകം ഉണ്ടാകുന്നു എന്ന് അവർ പോലും അറിഞ്ഞിരുന്നില്ല. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞതുപോലെ എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു അവർ. നമ്മളിൽ ഒരാൾ ആണായിരുന്നുവെങ്കിൽ എന്ത് എളുപ്പമായിരുന്നേനെ നമുക്ക് വിവാഹം കഴിക്കാൻ എന്ന് ആദില ഒരിക്കൽ നൂറയോട് ചോദിക്കുകയായിരുന്നു. എന്നാൽ തിരിച്ച് നൂറയ്ക്കും ആദിലയോട് അങ്ങനെയൊരു ഇഷ്ടമുണ്ടായിരുന്നു. അവർ അത് പരസ്പരം തുറന്നു പറയുകയും ഒരു റിലേഷൻഷിപ്പിലാവുകയും ചെയ്തു. ഇരുവരും തമ്മിലുള്ള പ്രണയ ചാറ്റുകൾ നൂറയുടെ ഉമ്മ കണ്ടുപിടിച്ചപ്പോൾ തുടങ്ങിയാണ് അവരുടെ ജീവിതത്തിലും പ്രണയബന്ധത്തിലും പ്രശ്നങ്ങൾ ഉടലെടുത്തത്. നൂറയുടെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പ്രണയബന്ധം തീർച്ചും അപരിചിതമായിരുന്നു. 2 പെൺകുട്ടികൾ തമ്മിലുള്ള പ്രണയം 2 വീട്ടുകാർക്കും അത് അംഗീകരിക്കാനായില്ല. ഡിഗ്രി പഠനം കഴിയാറായതോടെ നൂറയുടെ വീട്ടിൽ കല്യാണാലോചനകൾ വന്നു തുടങ്ങി. ഡിഗ്രി പഠനം കഴിയുന്നതുവരെ എല്ലാം സഹിച്ചു പിടിച്ചു കഴിഞ്ഞു. ഡിഗ്രി പൂർത്തിയായ ഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവർ വീട് വിട്ടിറങ്ങി. എന്നാൽ മണിക്കൂറുകൾക്കകം നൂറയുടെ കുടുംബക്കാരെത്തി അവരെ പിരിക്കുകയും ചെയ്തു. എന്നാൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ശ്രമം അവിടം കൊണ്ട് അവസാനിച്ചില്ല. ഒരു വട്ടം ഇരുവരെയും തമ്മിൽ അകറ്റിയേ തീരൂ എന്ന ലക്ഷ്യത്തോടെ 2 പേരുടെയും ബന്ധുക്കൾ ഒരുമിച്ചെത്തി. അവിടെ നിന്നും നൂറയുടെ ബന്ധുക്കൾ അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവളെ ക്രൂരമായി വലിച്ചിഴച്ചപ്പോൾ നൂറയുടെ തലപൊട്ടി ചോരയും പൊടിഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് ആതിര ഷെൽട്ടർ ഹോമിലായിരുന്നു. നൂറയോ വീട്ടുതടങ്കലിലും. ഇരുവരും നേരിടുന്ന പ്രശ്നങ്ങൾ വ്യക്തമായി ഫേസ്ബുക്കിൽ ആതിര വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അതോടുകൂടി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇരുവരുടെയും പ്രശ്നം ഏറ്റെടുക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ ആതില സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെ ചരിത്രം കുറിച്ച വിധി പുറപ്പെട്ടത്. കോടതിയിൽ ആതില സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെ ചരിത്രം കുറിച്ച വിധി. പ്രായപൂർത്തിയായ 2 വ്യക്തികളായ ആദിലയ്ക്കും നൂറയ്ക്കും ഒരുമിച്ച് ജീവിക്കുന്നതിന് വിലക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. സ്വവർഗാനുരാഗികളായ ഇരുവരെയും അവരുടെ ഇഷ്ടത്തിന് ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന ചരിത്ര വിധിയാണ് അന്ന് ഹൈക്കോടതിയിൽ നിന്നും വന്നത്. ഇപ്പോൾ ഇതാ ബിഗ് ബോസിലൂടെ മലയാളികളുടെ ശ്രദ്ധ പിടിക്കുകയാണ് ഇരുവരും. കോടിക്കണക്കിന് ആളുകൾ കാണുന്ന വേദിയിൽ ഇരുവരുടെയും പ്രണയകഥ അവർ തുറന്നു പറയുകയും ചെയ്തു.